നമസ്കാരം. ശീതയുദ്ധം അവസാനിക്കുന്നത് വരെ, സോവിയറ്റ് യൂണിയൻ തകരുന്നത് വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. ചേരിചേരാ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയോട് ശത്രുത ഉണ്ടാക്കാതെ മാറി നിന്നെങ്കിലും ഇന്ത്യ സോവിയറ്റ് പക്ഷത്തായിരുന്നു എന്നത് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നതാണ് ഉചിതമെന്ന് അമേരിക്ക മനസ്സിലാക്കി. ചൈനയാണ് ഇനി വരാൻ പോകുന്ന ഭീഷണി എന്നതുകൊണ്ട് ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ പിന്തുണയ്ക്കുക, ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ നയമായി മാറി. ഇതോടുകൂടി അമേരിക്ക ചേർത്ത് പിടിച്ചിരുന്ന പാകിസ്ഥാന് പണി കിട്ടി. പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. സൈനിക സഹകരണത്തിൽ മാത്രമല്ല, സാമ്പത്തിക സഹകരണത്തിലും അമേരിക്കയ്ക്ക് നല്ലത് ഇന്ത്യയാണ് എന്ന തിരിച്ചറിവ് മാറി മാറി വന്ന എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയോ ഡെമോക്രാറ്റിക് പാർട്ടിയോ ആര് ഭരിച്ചാലും ഇന്ത്യയുമായുള്ള സൗഹൃദവും വ്യാപാര ബന്ധവും സൈനിക സഹകരണവും അവർ തുടർന്നു. അതേസമയം ഇന്ത്യ അമേരിക്കൻ ചേരിയിലേക്ക് പൂർണ്ണമായി മാറി അമേരിക്ക പറയുന്നത് മാത്രം കേട്ട് ഉപഗ്രഹ രാജ്യമായി നിൽക്കാതിരിക്കാൻ ശ്രമിച്ചു. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ നയതന്ത്രം തന്ത്രപരമായിരുന്നു. അമേരിക്കയുടെ അടുപ്പം പുലർത്തുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തുടർച്ചക്കാരായ റഷ്യയുമായുള്ള ബാന്ധവം തുടർന്നു. റഷ്യയുമായുള്ള സൈനിക സഹകരണമാണ് ഇന്ത്യക്ക് സാമ്പത്തികമായും സുരക്ഷിതമായും കൂടുതൽ നല്ലത്. ആയുധ വിപണിയിൽ അമേരിക്കയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ ലോകത്ത് പലയിടങ്ങളിലും അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ എക്സ്ക്ലൂസീവ് ഡീലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് നൽകുന്ന ആയുധങ്ങൾ അവർ മറ്റാർക്കും കൊടുക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് റഷ്യയോട് ഒരിക്കലും ഭിന്നിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്കും കഴിഞ്ഞിരുന്നു. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ നയതന്ത്ര ബന്ധം, കച്ചവട ബന്ധം റഷ്യയുമായി തുടരുന്നു. ഇതിനെ അമേരിക്ക എതിർക്കുകയോ ഇന്ത്യക്ക് വിലക്കേർപ്പെടുത്തുകയോ ചെയ്തില്ല. ലോകക്രമം തുടരണമെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്നായിരുന്നു അമേരിക്കയുടെ നയം. എന്നാൽ യുദ്ധം ചില പ്രശ്നങ്ങളുണ്ടാക്കി. റഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള പല ഇറക്കുമതികളും നിന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്ന പരമ്പരാഗത രാജ്യങ്ങൾ പലതും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തിരിയുന്നു. ഇവിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ നിർദ്ദേശം ഇന്ത്യയോട് വെച്ചത് അമേരിക്കയാണ്. അതാണ് ഇന്ത്യ തുടർന്ന് വരുന്നത്. ഇപ്പോൾ ട്രംപിന് പെട്ടെന്ന് വെളിപാടുണ്ടാവുകയും ട്രംപും യൂറോപ്യൻ യൂണിയനും ചേർന്ന് റഷ്യയെ ബഹിഷ്കരിക്കണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ഒരു ബന്ധത്തിനും പോകരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ കണ്ണുമടച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കൻ ഭരണാധികാരിയുടെ അധികാരം 4 വർഷം കൊണ്ട് ഇല്ലാതാകുമെങ്കിൽ റഷ്യയിലും ഇന്ത്യയിലും ഒന്നും അങ്ങനെയല്ല. അതുകൊണ്ട് ട്രംപ് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഇന്ത്യ എത്തപ്പെടാൻ പോകുന്നത് വലിയ പരാജയത്തിലായിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ റഷ്യയുമായുള്ള ബന്ധവും തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷെ ട്രംപിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. ട്രംപിൻ്റെ തോക്കുമുനയിൽ പുടിൻ വഴങ്ങാതെ വന്നപ്പോൾ, ട്രംപ് വിചാരിച്ചതുപോലെ യുദ്ധം അവസാനിക്കാതെ വന്നപ്പോൾ പുടിനെ ഒറ്റപ്പെടുത്താൻ ട്രംപ് നടത്തുന്ന നീക്കത്തിന് ഇന്ത്യ ഒത്താശ ചെയ്യണം എന്നത് പിടിവാശിയാണ്. ഇന്ത്യ അതിന് വഴങ്ങാത്തത് കൊണ്ട് 25% ഇറക്കുമതി ചുങ്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഉൽപ്പന്നം അമേരിക്കയിലേക്ക് അയക്കണമെങ്കിൽ ആ വിലയ്ക്ക് 25% കൂടുതൽ അടയ്ക്കണം. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ ബാധിക്കും. ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഉറ്റ സൗഹൃദ രാജ്യങ്ങളായ ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ഒക്കെ ട്രംപ് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ അവിടെ ചെന്ന് ട്രംപുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രശ്നവും പരിഹരിച്ച് വ്യാപാര കരാർ നടപ്പിലാക്കിയിട്ടും ദക്ഷിണ കൊറിയയ്ക്ക് 19% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 25% നികുതിക്ക് പുറമെ റഷ്യയിൽ നിന്ന് ഇറക്കുമതിയുടെ പേരിൽ വലിയ പിഴ ചുമത്തുമെന്നും വലിയ താരിഫ് വർധന നടപ്പിലാക്കുമെന്നുമാണ് പ്രഖ്യാപനം. ഇന്ത്യ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യ വഴങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ കുറഞ്ഞ് നികുതി ഏർപ്പെടുത്തി, പാകിസ്ഥാൻ സൈന്യാധിപനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുത്ത്, പാകിസ്ഥാനിലേക്ക് മക്കളെ അയച്ച് കച്ചവടം ഉറപ്പിച്ച് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കീഴ്പ്പെട്ടു കൊടുക്കേണ്ട ഗതികളൊന്നും ഇന്ത്യക്കില്ല. പല സാഹചര്യങ്ങളിൽ ലോകം ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇന്ത്യ പതറിയില്ല, വീണില്ല. ആ ഇന്ത്യക്ക് ട്രംപിൻ്റെ ഭീഷണിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ടാവും. ഇത് ട്രംപ് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെ. ഇന്ത്യക്കെതിരുടെ പ്രചരണം യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ശക്തമാക്കുകയും ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നത് വഴി യുക്രൈനിലെ നിരപരാധികളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ത്യക്കൊടുവിൽ മറുപടി പറയേണ്ടി വന്നു. പതിവില്ലാത്ത രീതിയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഈ സ്റ്റേറ്റ്മെന്റിൽ അമേരിക്കയ്ക്കുള്ള
കൃത്യമായ മറുപടിയും താക്കീതുമുണ്ട്. ഇന്ത്യ ഹാസ് ബീൻ ടാർഗറ്റഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദി യൂറോപ്യൻ യൂണിയൻ ഫോർ ഇമ്പോർട്ടിംഗ് ഓയിൽ ഫ്രം റഷ്യ ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദി യുക്രൈൻ കോൺഫ്ലിക്റ്റ്. ഇന്ത്യ ടാർഗറ്റ് ചെയ്യുകയാണ് യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നാണ് പറയുന്നത്. ഇൻഫാക്ട് ഇന്ത്യ ബിഗാൻ ഇമ്പോർട്ടിംഗ് ഫ്രം റഷ്യ because traditional suppliers were diverted to Europe after the outbreak of the conflict. ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ കാരണം ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന പരമ്പരാഗത ദാതാക്കൾ, എണ്ണ നൽകുന്ന ക്രൂഡ് ഓയിൽ നൽകിയിരുന്നവർ യൂറോപ്പിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ്. The United States at that time actively encouraged such imports by India for strengthening the global energy market stability. ലോക എനർജി മാർക്കറ്റ് സ്റ്റേബിളായി നിൽക്കാൻ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെയാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. 2, ഇന്ത്യസ് ഇമ്പോർട്ട്സ് ആർ മീൻ ടു എൻഷുർ പ്രഡിക്റ്റബിൾ ആൻഡ് അഫോർഡബിൾ എനർജി കോസ്റ്റ് ടു ദി ഇന്ത്യൻ കൺസ്യൂമർ. ഇന്ത്യൻ ജനതയ്ക്ക് മാന്യമായ രീതിയിൽ എണ്ണ കൊടുക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇറക്കുമതി ചെയ്യുന്നത്. ദേ ആർ എ നെസസിറ്റി കമ്പൽഡ് ബൈ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ. ലോക വിപണിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു അത്യാവശ്യമാണത്. However, it is revealing that the very nations criticizing India are themselves indulging in trade with Russia. അതേസമയം ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്ത്യയെ വിമർശിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം റഷ്യയിൽ നിന്നും ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുന്നു. Unlike our case, such a trade is not even a vital national compulsion. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവശ്യ വസ്തുക്കളല്ല ഇറക്കുമതി ചെയ്യുന്നത്. ഇത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ റഷ്യയിൽ നിന്നും ഇപ്പോഴും ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു, ഇന്ത്യ ഒന്നും വാങ്ങരുത് എന്ന് പറയുന്നു, എണ്ണയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. എന്നിട്ട് അമേരിക്ക ഈ ജനുവരി മുതൽ മെയ് വരെ, അതായത് യുദ്ധം 2022 ഉണ്ടാവുന്നത് 2025 ജനുവരി മുതൽ മെയ് വരെ $806 മില്യൺ രാസവളം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് $3 ബില്യണോളം അമേരിക്കൻ ഡോളറിന്റെ ഇറക്കുമതി ഈ ഒരു വർഷം മാത്രം 2025 മാത്രം അമേരിക്ക നടത്തിയിട്ടുണ്ട്. കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവർ പറയുന്നു, ദ യൂറോപ്യൻ യൂണിയൻ ഇൻ 2024 ഹാഡ് എ ബിലാറ്ററൽ ട്രേഡ് ഓഫ് €67.5 ബില്യൺ ഇൻ ഗുഡ്സ് വിത്ത് റഷ്യ. യൂറോപ്യൻ യൂണിയൻ മാത്രം $67.5 ബില്യൺ ഉൽപ്പന്നങ്ങൾ 2024 റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. In addition, it had trade in service estimated at €7.2 billion in 2023. 2023 $17.2 ബില്യൺ ഇടപാടുണ്ടായിരുന്നു, കൂടി 3 ഇരട്ടിയായിട്ട് കൂടി. This is significantly more than India's total trade with Russia that years or subsequently. ഈ പറയുന്ന തുക ഇന്ത്യ ദീർഘകാലമായി റഷ്യയുമായി നടത്തുന്ന വ്യാപാരത്തെക്കാൾ കൂടുതലാണ്. യൂറോപ്യൻ ഇമ്പോർട്ട്സ് ഓഫ് LNG in 2024, നാച്ചുറൽ ഗ്യാസിന്റെ കാര്യമാണ്, പ്രകൃതിവാതകം, in fact reached a record 16.5 MN tons, surpassing the last record of 15.21 mm tons in 2022. 2022 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 15.21 mm ടൺസ് ആയിരുന്നു ഈ പ്രകൃതിവാതകം യൂറോപ്പ് ഇറക്കിയതെങ്കിൽ 2024 അത് 16.5 mm ടൺസായി മാറി. യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിവാതകം യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നു ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യരുത്. യൂറോപ്പ് റഷ്യ ട്രേഡ് ഇൻക്ലൂഡ്സ് നോട്ട് ജസ്റ്റ് എനർജി ബട്ട് ഓൾസോ ഫെർട്ടിലൈസർ, മൈനിങ് പ്രോഡക്ട്സ്, കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് മെഷീനറി ആൻഡ് ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ്സ്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിലാണ് പ്രശ്നം. യൂറോപ്പാണ് ഒരുമാതിരിപ്പെട്ട എല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. Where the United States is concerned, it continued to import from Russia uranium hexafluoride for its nuclear industry, palladium for its EV industry, fertilizers as well as chemicals. അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിക്കും ന്യൂക്ലിയർ ഇൻഡസ്ട്രിക്കും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ, യുറേനിയം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. In this background, the targeting of India is unjustified and unreasonable. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങേറ്റം മോശമാണ്, അത് ന്യായീകരിക്കാൻ കഴിയില്ല, റീസണബിൾ അല്ല. ലൈക്ക് എനി മേജർ എക്കണോമി, ഇന്ത്യ വിൽ ടേക്ക് ഓൾ നെസസറി മെഷേഴ്സ് ടു സേഫ് ഗാർഡ് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി. ഇന്ത്യയുടെ രാജ്യ താല്പര്യവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാനുള്ള നടപടിയായിരിക്കും ഇന്ത്യ എടുക്കുക. എന്ന് വെച്ചാൽ നീയൊക്കെ തലയിൽ മുണ്ടിട്ട് ഇറക്കുമതി ചെയ്തിട്ട് വലിയ വായിൽ ഡയലോഗ് അടിക്കുന്നു, ഞങ്ങൾ അന്തസ്സായി മുഖം കാണിച്ചു പോയി വാങ്ങുന്നു, ഞങ്ങളത് തുടരും.
നിങ്ങൾ എന്നാ ചൊറിഞ്ഞാലും ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യും, റഷ്യയുമായുള്ള ഞങ്ങളുടെ കരാറും ബന്ധവും തുടരും, നിങ്ങൾ എന്നാ ചെയ്യാനാണെങ്കിൽ ചെയ്യേ എന്നുള്ള പച്ചയ്ക്കുള്ള വെല്ലുവിളി. ഇതിനെയാണ് നമ്മൾ അന്തസ് എന്ന് പറയുന്നത്, ആത്മാഭിമാനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഈ നിലപാടിലൂടെ.